ഇന്നാത്ത കേസുകോട് എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പുതുവാൾ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഇതിൻ്റെ ഇടയ്ക്കൊരു കാട്ടവരാതം എന്നിട്ട് സുരേഷനും സുമലതയും ഹൃദയഹാരിയായ പ്രണയകഥ അങ്ങനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും കുഞ്ചാക്കോൻ്റെ പല്ലിൽ എന്തോ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസോടെ ഈ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ അഭിനയം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ് അമ്മാതിരി പെർഫോമൻസ്. അപ്പം ഒരു സീനിൽ ഒരു മോണാക്ട് പോലത്തെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ചാക്കോ ബോബൻ്റെ ആ ഒരു സാധനം ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഗംഭീരം, അതുപോലെ ഇമോഷണൽ രംഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാം. ഒന്ന്, ഈ സിനിമയിൽ പുള്ളി മാത്രമല്ല കേട്ടോ, ദിലീഷ് പോത്തനും നല്ല പെർഫോമൻസാണ്. അതുപോലെ നമ്മുടെ ഡീകോക്ക് ഹനുമാൻ കൈൻഡ് ചിദംബരമുണ്ട്. ചിദംബരവും അടിപൊളിയായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് സിനിമ ഒരു പുതുമയുള്ള ഒരു കഥാപരിസരമാണ് സിനിമയിൽ. കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുഞ്ചാക്കോ ബോബൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു ആശുപത്രിയിലെ ഓഫീസ് അസിസ്റ്റൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ട് നമ്മുടെ ദിലീഷ് പോത്തൻ വരുന്നുണ്ട്. പുള്ളി നടു തളർന്ന് കിടക്കുകയാണ്. ഇവർ ഒരു അവിടെ ഇല്ലാത്തൊരു ക്യാരക്ടറും കൂടി ഉണ്ട് ആ സമയത്ത്, മാർക്കോസ്. പക്ഷേ മാർക്കോസ് അവിടെ ഇല്ലെങ്കിൽ പോലും മാർക്കോസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഇമോഷണൽ ബോണ്ടിങ് എങ്ങനെയാണ്, ആ ഒരു സ്നേഹം, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഉടനീളം സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തൻ്റെ തോക്ക് മാവോയിസ്റ്റുകാർ അടിച്ചുകൊണ്ട് പോയത് അന്വേഷിച്ച് വരികയാണ് ചിദംബരം. അപ്പോൾ ഇവരവിടെ അങ്ങനെ ഒരു കഥാപശ്ചാത്തലം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് സജിൻ ഗോപു വരികയാണ്. സജിൻ ഗോപു വന്ന് തുടക്കം കുറേ സമയത്ത് മറ്റേ പൈങ്കിളി അത് പിന്നെ ഓവറായിട്ടുള്ള കഥാപാത്രമാണ് ആ സിനിമയിൽ, അത് ഓക്കെ ആയിരുന്നു. ഇതിൽ വന്ന് നിന്നിട്ട് തുടക്കത്തിൽ ഈ പൈങ്കിളി ലെവൽ അഭിനയം കാണിക്കുമ്പോഴേക്കും ഭയങ്കര ഇറിറ്റേഷൻ തോന്നി, ഭയങ്കര ഓവർ ആക്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് തോന്നി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇവരുമായിട്ട് സിങ്കാവും, അതായത് ഇവരുടെ ഒരു കെമിസ്ട്രി, ഒരു ബോണ്ടിങ് വർക്കൗട്ട് ആവുന്നുണ്ട്. അതിനുശേഷം കുറേ നേരം സിനിമ നന്നായി ചിരിപ്പിച്ചിട്ടുണ്ട്. അല്ല ഡാർക്ക് ഹ്യൂമറും പരിപാടിയൊക്കെ വരുന്നത്. ഇതിൻ്റെ ജോൺറ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല ജോൺറ മാറി തിരിഞ്ഞ് നോക്കാം. മിസ്റ്ററി ത്രില്ലറൊക്കെ ആയിട്ടൊക്കെ വരും ഇടയ്ക്ക്. പേര് തന്നെ അങ്ങനെയാണല്ലോ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം ഇവിടെ ഇതിൻ്റെ ഇടയിൽ സജിൻ ഗോപുവിൻ്റെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളും ഇതുമൊക്കെ ഒരു ലവ് ട്രാക്ക് ഉണ്ട്. അത് കിടിലാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് നേരത്തേക്ക് രേണുക എന്നൊരു കഥാപാത്രം വന്നു പോകുന്നുണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ള നിങ്ങളാണെങ്കിലും ഇത് ആരടാ എന്ന് നിങ്ങൾ ആലോചിക്കും. അതായത് ആരുടെ ഇതിൻ്റെ കാസ്റ്റ് ഡയറക്ടർ, അവരുടെ പേര് ദിവ്യ വിശ്വനാഥ് എന്നാണ്. കുറച്ച് സമയമുള്ളൂ അവരൊരു ഡയലോഗ് ഡെലിവറിയും ആ ഒരു ക്യാരക്ടർ അത് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു റോള് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ആദ്യത്തെ സിനിമയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചിരിപ്പിച്ച് ആ ഒരു ഫ്ലോയിൽ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു ബോണ്ടിങ്ങും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസ്യതയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടി പോകുമ്പോഴേക്കും ഒരു സൈഡിൽ മാവോയിസ്റ്റ് പശ്ചാത്തലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് കുറേ കോമഡിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജാഫർ ഇടിക്കുന്നുണ്ട്, പുള്ളിയുടെ പേരും പറയണം. ജാഫർ ഇടിക്ക് ഒരു ഫ്രീക്കൻ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല രസമായിരുന്നു പുള്ളി. സെക്കൻഡ് ഹാഫും കഴിഞ്ഞ് ഇത് പിന്നെ അങ്ങോട്ട് ഇതിൽ ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ പടം പോകണം. പടത്തിൻ്റെ മൂഡ് ചെറുതായിട്ട് അങ്ങോട്ട് പോകാൻ മാറി വരുന്നുണ്ട്. അങ്ങനെ പോയി പിന്നെ ലാസ്റ്റൊക്കെ ക്ലൈമാക്സൊക്കെ എനിക്ക് ഒട്ടും കണക്റ്റ് ആയില്ല. ഇതെന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഒന്നത് എൻ്റെ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. രാത്രി സമയത്ത് കാണിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെയോ അടിക്കുന്നു. മൊത്തത്തിൽ ഒരു ഇരുട്ട്. അത് സിനിമയിൽ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട തിയേറ്ററിൽ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് പറ്റിയതായിട്ട് തോന്നില്ല. പക്ഷേ അതുവരെയും ഞാൻ എൻജോയ് ചെയ്തിരുന്ന് കണ്ട ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിലെ പെർഫോമൻസ്. ദിലീഷ് പോത്തൻ ഓൾസോ ഗംഭീര പ്രകടനമായിരുന്നു. പിന്നെ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് സിനിമയിലുണ്ടായിരുന്നു. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു. ആ ഒരു രീതിയിൽ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം അനുഭവപ്പെട്ടത്. മറഡോണ എന്നുള്ള സിനിമയിലാണെന്ന് തോന്നുന്നു ഒരു നടിയായിട്ട് വന്നിട്ടുള്ള ശരണ്യയാണ് ഇതിൽ കുഞ്ചാക്കോൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. പുള്ളിക്കാരി ഒരു പുതുമയുള്ള ഒരു ഫേസ് ആയിട്ട് തോന്നി. പിന്നെ സുധീഷ് ഒരു ഡോക്ടറായിട്ട് ഉണ്ട്, നൈസായിരുന്നു. പിന്നെ പൂജ മോഹൻരാജ് ഇവരൊക്കെയാണ് പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. വിയന്ന യുദ്ധ സമയത്ത് ഒരു കൊച്ച് നഗ്നയായിട്ട് ഓടുന്നത് യുദ്ധത്തിൻ്റെ ഭീകരത ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിൻ്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടുള്ള ഒരു സീൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ഈ പറഞ്ഞ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. അർജുൻ സേതുവാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ആ ഒരു ടെറൈൻ, ആ പശ്ചാത്തലം നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് നമ്മളെ ഇന്നാക്കാൻ വേണ്ടിയിട്ട് മനോജ് കണ്ണോത്ത് എഡിറ്റിങ്, ഡോൺ വിൻസെൻറ്റിൻ്റെ സംഗീതം, ഇന്ദുലാൽ കബീദിൻ്റെ ആർട്ട് ഡയറക്ഷൻ, റോണക് സേവിയർ മേക്കപ്പ് അതും അടിപൊളിയായിരുന്നു കേട്ടോ. കൂടുതലും സിങ്ക് സൗണ്ടാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. സിങ്ക് സൗണ്ട് ഡിസൈൻ ശ്രീനിവാസൻ, സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ. അപ്പോൾ അത്രയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാവർക്കും ദഹിക്കുമോ എന്നൊന്നും അറിയില്ല. കുറേ ചിരിക്കാനുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് കാണാനുണ്ടായിരുന്നു, ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു പുതുമയുള്ള ഒരു സിനിമയാണ് ഈ പടം. എന്തരാ വരട്ടെ.